നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 27-ന് തൊടുപുഴ പാപ്പൂട്ടി ഓഡിറ്റോറിയത്തിൽ യുവസംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെടുങ്കണ്ടത്ത് ജില്ലാ മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം പുരോഗമിക്കുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇടുക്കി മുള്ളരിങ്ങാട് പ്രദേശത്ത് ഭീതി വിതച്ച കാട്ടാനയെ തുരത്താനുള്ള ശ്രമത്തിനിടെ താൽക്കാലിക വാച്ചർക്ക് പരിക്ക്. കനത്ത മഴയിലും കാറ്റിലും ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നാശനഷ്ടം സംഭവിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ജൂലൈ 27-ന് ആരംഭിക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 27-ന് തൊടുപുഴ പാപ്പൂട്ടി ഓഡിറ്റോറിയത്തിൽ യുവസംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി സംഗമം ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട മനു പ്രസാദിന് സ്വീകരണം നൽകും. ജില്ലാ പ്രസിഡന്റ് PP സാനു അധ്യക്ഷത വഹിക്കും. ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി നോർത്ത് ജില്ല സംഘടിപ്പിക്കുന്ന യുവസംഗമം ജൂലൈ 27 ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ തൊടുപുഴ പാപ്പൂട്ടി ഓഡിറ്റോറിയത്തിൽ നടക്കും. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി സംഗമം ഉദ്ഘാടനം ചെയ്യും. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മനു പ്രസാദിന് സ്വീകരണം നൽകും. BJP ജില്ലാ പ്രസിഡന്റ് PP സാനുവിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യുവസംഗമത്തിൽ സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ, P ശ്യാംരാജ്, ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് നോബിൾ മാത്യു ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. തൊടുപുഴ താലൂക്കിലെ പ്രമുഖ വ്യക്തികളെ സമ്മേളനത്തിൽ ആദരിക്കും. വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. വികസിത കേരളം സൃഷ്ടിക്കുവാൻ തൊഴിലും വിദ്യാഭ്യാസവും ഉറപ്പാക്കുവാൻ, മദ്യം മയക്കുമരുന്ന് വ്യാപനത്തെ ചെറുക്കാൻ കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുവാൻ യുവജനങ്ങളുടെ കർമ്മ പരിപാടിക്ക് യുവസംഗമം രൂപം നൽകും. ഈ യുവസംഗമത്തില് രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്കുള്ള തൊടുപുഴയിലെ പൊതുസമൂഹത്തിന്റെ യുവതി യുവാക്കളുടെയും ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ്. ഈ യുവസംഗമത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് വികസിത കേരളം സൃഷ്ടിക്കുവാൻ, തൊഴിലും വിദ്യാഭ്യാസവും ഉറപ്പാക്കുവാൻ, മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി വ്യാപനത്തെ ചെറുക്കണം, കേന്ദ്രത്തിന്റെ നിരവധിയായ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഈ ലക്ഷ്യങ്ങളാണ് മുഖ്യമായി ഞങ്ങൾ ആ യുവസംഗമത്തിലൂടെ യുവാക്കളിലേക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നോർത്ത് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും, വിശിഷ്യ തൊടുപുഴ പ്രദേശങ്ങളിൽ നിന്നും 500-ലേറെ യുവാക്കളെ ഞങ്ങൾ അണിനിരത്തുന്ന ഒരു വലിയ സംഗമത്തിനാണ് തയ്യാറെടുത്തിരിക്കുന്നത്. ഈ സമ്മേളനത്തില് ഉദ്ഘാടനം നിർവഹിക്കുന്നത് BJPയുടെ സമാരാധനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണിയാണ്. ആ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തൊടുപുഴയുടെ പൊതുസമൂഹത്തിലെ വക്കീല്, അതുപോലെ പ്രൊഫഷണലുകള്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവര്, അടിയന്തരാവസ്ഥയിൽ മർദ്ദനമേറ്റവര്, രാഷ്ട്രീയത്തിന് അതീതമായി ജീവിതത്തിന്റെ വിവിധ തുറകളിൽ സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവര്, ജീവിതം മാതൃകയാക്കിയ മഹത് വ്യക്തികളെ 30-ലേറെ പേര് ആ വേദിയിൽ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ BJP ഇടുക്കി ജില്ലാ നോർത്ത് പ്രസിഡന്റ് PP സാനു, പ്രോഗ്രാം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ G, ജനറൽ കൺവീനർ ഗോകുൽ ഗോപിനാഥ്, സംഘാടക സമിതി ഭാരവാഹികളായ ശ്രീലക്ഷ്മി K സുദീപ്, ബിജീഷ് ബാലൻ, PC കൃഷ്ണകുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നെടുങ്കണ്ടം പച്ചടിയിൽ ജില്ലാ മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം പുരോഗമിക്കുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. രാജ്യാന്തര നിലവാരത്തിലുള്ള മത്സരങ്ങൾക്ക് അനുയോജ്യമായ സ്റ്റേഡിയമാണ് നിർമ്മിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനതല മത്സരങ്ങൾ നടത്താനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. പിന്നീട് ഘട്ടം ഘട്ടമായി രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തും.
പച്ചടി കുരിശുപാറയിലെ സ്വകാര്യ വ്യക്തിയുടെ 6 ഏക്കർ സ്ഥലമാണ് ഇതിനായി തിരഞ്ഞെടുത്തത്. നെടുങ്കണ്ടം പച്ചടിയിൽ ജില്ലാ മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം പുരോഗമിക്കുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം നടത്താനാണ് നീക്കം. നെടുങ്കണ്ടത്തിനടുത്ത പച്ചടിയിലെ കുരിശുപാറയിലാണ് ഇൻഡോർ സ്റ്റേഡിയം ഉയരുന്നത്. 45 കോടിയോളം രൂപ മുതൽ മുടക്കിലാണ് ഇൻഡോർ സ്റ്റേഡിയം ഒരുക്കുന്നത്. വിവിധ ഇൻഡോർ കായിക ഇനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ മൾട്ടിപർപ്പസ് സ്റ്റേഡിയമാണ് നിർമ്മിക്കുന്നത്. പച്ചടി കുരിശുപാറയിലെ സ്വകാര്യ വ്യക്തിയുടെ 6 ഏക്കർ സ്ഥലമാണ് ഇതിനായി തെരഞ്ഞെടുത്തത്. മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയത്തിന് കിഫ്ബി ഫണ്ടിൽ നിന്നും 33.78 കോടി രൂപ അനുവദിച്ചിരുന്നു. കായിക വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പരിശീലനം നടത്തുന്നതിനും സമീപ പ്രദേശങ്ങളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നടത്തുന്നതിനും പ്രത്യേക സംവിധാനം സ്റ്റേഡിയത്തിൽ ഒരുക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനതല മത്സരങ്ങൾ നടത്താനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. പിന്നീട് ഘട്ടം ഘട്ടമായി രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തും. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. തൂക്കുപാലം വെസ്റ്റുപാറയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് അയൽവാസിയുടെ വീട് അപകടാവസ്ഥയിൽ. പ്രദേശവാസിയായ ചേരിയിൽ ഉമ്മറിന്റെ വീടാണ് അപകടാവസ്ഥയിലായത്. കഴിഞ്ഞ വർഷവും കൽക്കെട്ടിന്റെ ഒരു ഭാഗം ഒടിഞ്ഞിരുന്നു. ബാക്കി ഭാഗമാണ് ഇത്തവണ ഇടിഞ്ഞു വീണത്. കഴിഞ്ഞ രാത്രിയിലാണ് വെസ്റ്റ്പാറ സ്വദേശി തോണിപ്പാറയിൽ ജോയിയുടെ വീടിന്റെ മുൻഭാഗത്തെ കൽക്കെട്ടിടിഞ്ഞത്. അയൽവാസിയായ ഉമ്മറിന്റെ വീടിന്റെ പുറകുവശത്തേക്കാണ് കല്ലുകൾ പതിച്ചത്. കൂടുതൽ മണ്ണും കല്ലും ഇടിഞ്ഞു വീഴാൻ സാധ്യത ഉള്ളതിനാൽ വീട് അപകടാവസ്ഥയിലാണ്. കഴിഞ്ഞ വർഷവും കൽക്കെട്ടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞിരുന്നു. ബാക്കി ഭാഗമാണ് ഇത്തവണ ഇടിഞ്ഞത്. 4 സെന്റ് സ്ഥലമാണ് ഉമ്മറിന്റെ കുടുംബത്തിനുള്ളത്. നെടുങ്കണ്ടം പഞ്ചായത്ത് 10-ാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശമാണിവിടം. ജൂലൈ 29 ഇടിഞ്ഞതാണ്. അന്ന് ഞങ്ങൾ പഞ്ചായത്തിലും കളക്ടറേറ്റിലും വില്ലേജിലും എല്ലാം പരാതി കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പടുത കിട്ടാ പടുത 4 വശത്തോടും പൊട്ടി പോയപ്പോഴത്തെ ഞങ്ങൾ കണ്ട് എല്ലാം അഴിച്ചു കളഞ്ഞപ്പോൾ ഞങ്ങൾ പേര് കൊണ്ടുപോയി കേസ് കൊടുത്തു. ഇപ്പോൾ അതുപോലെ പിന്നെയും പേര സഹിതം വരുന്ന ഇതിൽ ഇടിഞ്ഞിരിക്കുക. എന്നുവെച്ചാൽ ഇപ്പോഴും കൊണ്ടുപോയി ഞാൻ വില്ലേജ് ഓഫീസറും മെമ്പറും ഒക്കെ വന്ന് കണ്ടു കേട്ടുപോയി. റവന്യൂ അധികൃതർ പ്രദേശത്ത് സന്ദർശനം നടത്തി. വീട് സുരക്ഷിതമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നെടുങ്കണ്ടം ആദിയാർപുരത്ത് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. പാമ്പാടുംപാറ പഞ്ചായത്ത് 11-ാം വാർഡിൽ പുല്ലാനിത്തുണ്ടം ജോസിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞ് റോഡിലേക്ക് വീണത്. ഇതോടെ റോഡിലൂടെയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. റോഡിന്റെ നിർമ്മാണത്തിനായി മണ്ണ് നീക്കം ചെയ്തതാണ് സംരക്ഷണ ഭിത്തി ഇടിയാൻ കാരണമെന്നാണ് ജോസ് പറയുന്നത്. റോഡിന് വീതി പോരെങ്കിൽ എതിർവശത്തുള്ള തന്റെ സ്ഥലത്തു നിന്നും നൽകാമെന്ന് പറഞ്ഞിട്ടും കരാറുകാരൻ പണി എളുപ്പം നോക്കി മണ്ണെടുക്കുകയായിരുന്നുവെന്നും ജോസ് കൂട്ടിച്ചേർത്തു. ഇടുക്കി നെടുങ്കണ്ടം ആദിയാർപുരത്തെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. പാമ്പാടുംപാറ പഞ്ചായത്ത് 11-ാം വാർഡിൽ പുല്ലാനിത്തുണ്ടം ജോസിന്റെ വീടിന്റെ മുറ്റമാണ് ഇടിഞ്ഞ് റോഡിലേക്ക് വീണത്. മുണ്ടിയരുമ ആദിയാർപുരം തെക്കേ കുരിശുമല കാഞ്ഞിരത്തുമൂട് റോഡിലേക്കാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. ഈ റോഡിന്റെ നിർമ്മാണത്തിനായി മണ്ണ് നീക്കം ചെയ്തതാണ് സംരക്ഷണ ഭിത്തി ഇടിയാൻ കാരണമെന്നാണ് ജോസ് പറയുന്നത്. റോഡിന്റെ വീടിന്റെ പ്രദേശം മാതാരെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് കേൾക്കാതുകൊണ്ട് റോഡിന്റെ താഴ്വശം എൻ്റെ സ്ഥലമാണ്, അങ്ങോട്ട് മാറ്റിയെടുത്തോളാൻ പറഞ്ഞായിരുന്നു. അവർക്ക് പണി കൂടുതൽ വരുമെന്നും പറഞ്ഞവർ എൻ്റെ വീടിൻ്റെ പ്രദേശം മാത്രം മാറ്റിക്കൊണ്ടുപോയി. അത് ഞാൻ താലൂക്ക് ആശുപത്രി മരുന്നിന് പോയ സമയത്ത് അവർ ഇവിടെ മാറ്റി. 2 മണിയായപ്പോൾ 2:30 ഞാൻ ഇവിടെ വരുമ്പോൾ അവർ മാറ്റിക്കൊണ്ട് മണ്ണ് മുഴുവൻ കൊണ്ടുപോയി തുടങ്ങിയിട്ട് മാന്തയെന്ന് പറഞ്ഞിട്ടെല്ലാം മാറ്റിക്കൊണ്ടുപോയി. പിന്നെ ഞാൻ പറഞ്ഞിട്ടിട്ട കാര്യം. പൊതുമരാമത്ത് വകുപ്പ് PMGSY പദ്ധതി പ്രകാരമാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. റോഡ് നിർമ്മാണത്തിന്റെ ആരംഭഘട്ടത്തിൽ കരാറുകാരനോട് ഇവിടെ നിന്നും മണ്ണെടുക്കരുത്, അത് വീടിന് ദൂഷ്യമാകുമെന്ന് പലതവണ പറഞ്ഞിരുന്നെങ്കിലും അത് വകവയ്ക്കാതെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മണ്ണെടുത്ത് മാറ്റുകയായിരുന്നുവെന്ന് ജോസ് പറഞ്ഞു. റോഡിന് വീതി പോരെങ്കിൽ റോഡിന് എതിർവശത്തുള്ള തന്റെ സ്ഥലത്തു നിന്നും നൽകാമെന്ന് പറഞ്ഞിട്ടും കരാറുകാരൻ പണി എളുപ്പം നോക്കി മണ്ണെടുക്കുകയായിരുന്നുവത്രേ. അന്ന് കരാറുകാരൻ കെട്ടിത്തരാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും കെട്ടിത്തന്നില്ലെന്ന് മാത്രമല്ല, സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് പറയാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചപ്പോൾ അപമര്യാദയായി പെരുമാറിയതായും ജോസ് പറഞ്ഞു. ഈ മണ്ണ് ഇവിടെ പോകാണ്ട് ഇപ്പോൾ വീടിൻ്റെ സൈഡ് മുഴുവൻ ഇടിഞ്ഞു പോയിരിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. ജീവൻ്റെ ഭീഷണിയായിട്ട് ഇരിക്കുക. ഇപ്പോൾ സമീപത്തെ മറ്റു പല വീട്ടുകാർക്കും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലം കനത്ത നഷ്ടമുണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി മുള്ളരിങ്ങാട് പ്രദേശത്ത് ഭീതി വിതച്ച കാട്ടാനയെ തുരത്താനുള്ള ശ്രമത്തിനിടെ താൽക്കാലിക വാച്ചർക്ക് പരിക്ക്. ജനവാസ മേഖലയായ മുള്ളരിങ്ങാട് അമയൽ തൊട്ടി മുസ്ലിം പള്ളി ഭാഗത്താണ് ഒറ്റയാൻ എത്തിയത്.
പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്ക് കടന്ന കാട്ടാന വലിയ നാശനഷ്ടമുണ്ടാക്കി. വനാതിർത്തിയിൽ സ്ഥാപിച്ച ഫെൻസിംഗ് തകർത്തു. വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമത്തിനിടെ കാട്ടാന ജനങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ പാഞ്ഞെടുക്കുകയായിരുന്നു. പ്രാണരക്ഷാർത്ഥം ഓടിയപ്പോഴാണ് താൽക്കാലിക വാച്ചർ സാജുവിന് വീണ് പരിക്കേറ്റത്. ഇടുക്കി മുള്ളരിങ്ങാട് പ്രദേശത്ത് ഭീതി വിതച്ച കാട്ടാനയെ തുരത്താനുള്ള ശ്രമത്തിനിടെ താൽക്കാലിക വാച്ചർക്ക് പരിക്ക്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ജനവാസ മേഖലയായ മുള്ളരിങ്ങാട് അമയൽ തൊട്ടി മുസ്ലിം പള്ളി ഭാഗത്ത് ഒറ്റയാനെത്തിയത്. പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്ക് കടന്ന കാട്ടാന വലിയ നാശനഷ്ടമുണ്ടാക്കി. വനാതിർത്തിയിൽ സ്ഥാപിച്ച ഫെൻസിംഗ് കാട്ടാന തകർത്തു. വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമത്തിനിടെ കാട്ടാന ജനങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ പാഞ്ഞെടുക്കുകയായിരുന്നു. പ്രാണരക്ഷാർത്ഥം ഓടിയപ്പോഴാണ് താൽക്കാലിക വാച്ചർ സാജുവിന് വീണ് പരിക്കേറ്റത്. ഇയാൾ ആശുപത്രിയിൽ ചികിത്സ തേടി. നാട്ടുകാരും താൽക്കാലിക വാച്ചർമാരും ഏറെ നേരം നീണ്ട ശ്രമത്തിനൊടുവിലാണ് കാട്ടാനയെ സമീപത്തെ വനത്തിലേക്ക് തുരത്തിയത്. ഉൾക്കാട്ടിലേക്ക് പോകാതെ കാട്ടാന ജനവാസ മേഖലയ്ക്ക് സമീപം തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മുള്ളരിങ്ങാട്. മുല്ലക്കാനത്ത് മരം വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. മുകളിൽ ബെറ്റി സാബുവിന്റെ വീടിന്റെ മേൽക്കൂരയാണ് തകർത്തത്. ഭർത്താവ് മരണപ്പെട്ട ബെറ്റിയും വിദ്യാർത്ഥിനികളായ 2 പെൺമക്കളുമാണ് വീട്ടിൽ താമസിക്കുന്നത്. രാത്രി 12-നുണ്ടായ കനത്ത കാറ്റിലാണ് സമീപവാസിയുടെ പുരയിടത്തിൽ ഏകദേശം 30 മീറ്റർ അകലത്തിൽ നിന്നിരുന്ന 100 ഇഞ്ച് വലിപ്പമുള്ള വേങ്ങമരം കടപുഴകി വീണത്. അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴിയിൽ ആവശ്യപ്പെട്ടു. മുല്ലക്കാനത്ത് കഴിഞ്ഞ രാത്രി ഉണ്ടായ കനത്ത കാറ്റിൽ വേങ്ങമരം കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. മുകളിൽ ബെറ്റി സാബുവിന്റെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. ഭർത്താവ് മരണപ്പെട്ട ബെറ്റിയും വിദ്യാർത്ഥിനികളായ 2 പെൺമക്കളുമാണ് വീട്ടിൽ താമസിക്കുന്നത്. രാത്രി 12-നുണ്ടായ കനത്ത കാറ്റിലാണ് സമീപവാസിയുടെ പുരയിടത്തിൽ ഏകദേശം 30 മീറ്റർ അകലത്തിൽ നിന്നിരുന്ന 100 ഇഞ്ച് വലിപ്പമുള്ള വേങ്ങമരം കടപുഴകി വീണത്. മരം വീണപ്പോൾ സമീപത്തുള്ള പ്ലാവും സിൽവർ ഓക്ക് മരങ്ങളും ഒടിഞ്ഞു വീണു. 2 കിടപ്പുമുറികളുടെയും ബാത്റൂമിന്റെയും മേൽക്കൂരയിലെ ഷീറ്റുകൾ തകർന്നു വീണു. സമീപത്തെ പ്ലാവ് വീഴുമെന്ന് ഭയന്ന 3 പേരും മറ്റൊരു മുറിയിൽ കിടന്നതിനാൽ ആളപായം ഉണ്ടായില്ല. മുറ്റത്തെ മഴവെള്ള സംഭരണിക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പറും വില്ലേജ് അധികാരികളും വീട്ടിലെത്തി മരങ്ങൾ മുറിച്ചു മാറ്റി ഷീറ്റ് വാങ്ങിയിടുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു. രാജാക്കാട് അടിവാരം റോഡിൽ തേജസ് ഏലം ഡ്രയറിന് സമീപം തെങ്ങ് ഒടിഞ്ഞ് റോഡിലേക്ക് വീണ് 11 kV ലൈനുകൾ പൊട്ടുകയും പോസ്റ്റ് ഒടിയുകയും ചെയ്തതുമൂലം ഏറെ നേരം ഗതാഗത തടസ്സം ഉണ്ടായി. പുലർച്ചെ KSEB ഉദ്യോഗസ്ഥർ എത്തി തെങ്ങ് മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇതുവരെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. മേഖലയിൽ പല സ്ഥലത്തും കനത്ത കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴിയിൽ ആവശ്യപ്പെട്ടു. ഒത്തിരി മരങ്ങൾ മുറിച്ചു മാറ്റാൻ അപേക്ഷ കൊടുത്തിട്ടും അധികൃതർ മുറിച്ചു മാറ്റാത്തതിന്റെ പേരിൽ വീടുകളുടെ മുകളിലേക്കെല്ലാം മരങ്ങൾ ഉരുണ്ടു വീണ് ഒത്തിരി നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സംസ്ഥാന പാതയിലും ദേശീയപാതയിലുമൊക്കെ ഒത്തിരി മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി അപേക്ഷ കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്തെങ്കിലും അതൊന്നും വെട്ടിമാറ്റുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നമ്മുടെ അടുത്ത പ്രദേശമായ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന പൊന്മുടിയിൽ 100 കണക്കിന് മരങ്ങൾ വയസ്സായിട്ട് നിൽക്കുകയും അത് വെട്ടിമാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടും അത് വെട്ടിമാറ്റാൻ ഇതുവരെ അതിന്റെ വേണ്ടപ്പെട്ടവർ തയ്യാറായിട്ടില്ല. അവിടെ വിനോദസഞ്ചാരികൾ വരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്ന സ്ഥലമായതുകൊണ്ട് വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിലുപരി യാത്രകളും മുടങ്ങുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതിന് വേണ്ട നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കണമെന്നാണ്, ബന്ധപ്പെട്ട അധികൃതർ ചെയ്യണമെന്നാണ് ഒരു പൊതുപ്രവർത്തനം നിലയിൽ എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ജൂലൈ 27-ന് ആരംഭിക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. 27-ന് വൈകിട്ട് കലവറ നിറയ്ക്കൽ, 5-ന് ആചാര്യവരണം, 5:15-ന് ഭദ്രദീപം തെളിയിക്കൽ, തുടർന്ന് 5:30-ന് ശ്രീമദ് സ്വാമി നിഖിലാനന്ദ സരസ്വതിയുടെ ഭാഗവത മഹാത്മ്യ പാരായണ പ്രഭാഷണം ആരംഭിക്കും. ഓഗസ്റ്റ് 3 വരെയാണ് സപ്താഹം നടക്കുന്നത്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൃശൂർ ഇരിങ്ങാലക്കുട ജ്ഞാന നന്ദകുടീരം ആശ്രമം മഠാധിപതി പൂജനീയ സ്വാമി നിഖിലാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ഭാഗവത സപ്താഹയജ്ഞം ജൂലൈ 27-ന് ആരംഭിച്ച് ഓഗസ്റ്റ് 3-ന് സമാപിക്കും. 27-ന് വൈകിട്ട് കലവറ നിറയ്ക്കൽ, 5-ന് ആചാര്യവരണം, 5:15-ന് ഭദ്രദീപം തെളിയിക്കൽ, 5:30-ന് ശ്രീമദ് സ്വാമി നിഖിലാനന്ദ സരസ്വതിയുടെ ശ്രീമദ് ഭാഗവത മഹാത്മ്യ പാരായണ പ്രഭാഷണം. ജൂലൈ 28-ന് രാവിലെ 5 മണിക്ക് ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, 6 മുതൽ വിഷ്ണു സഹസ്രനാമം, തുടർന്ന് ശ്രീമദ് ഭാഗവത പാരായണവും പ്രഭാഷണവും. ജൂലൈ 29-ന് രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം, 6 മുതൽ വിഷ്ണു സഹസ്രനാമം, തുടർന്ന് ശ്രീമദ് ഭാഗവത പാരായണവും പ്രഭാഷണവും. 30-ന് രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം, 6 മുതൽ വിഷ്ണു സഹസ്രനാമം, തുടർന്ന് ശ്രീമദ് ഭാഗവത പാരായണവും പ്രഭാഷണവും. 31-ന് 5 മണിക്ക് ഗണപതി ഹോമം, 6 മുതൽ വിഷ്ണു സഹസ്രനാമം, തുടർന്ന് ശ്രീമദ് ഭാഗവത പാരായണവും പ്രഭാഷണവും.
ഓഗസ്റ്റ് 1 രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം 6 മുതൽ വിഷ്ണു സഹസ്രനാമം തുടർന്ന് ശ്രീമദ് ഭാഗവത പാരായണവും പ്രഭാഷണവും. ഓഗസ്റ്റ് 2 രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം 6 മുതൽ വിഷ്ണു സഹസ്രനാമം തുടർന്ന് ശ്രീമദ് ഭാഗവത പാരായണവും പ്രഭാഷണവും. ഓഗസ്റ്റ് 3 രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം 6 മുതൽ വിഷ്ണു സഹസ്രനാമം തുടർന്ന് ശ്രീമദ് ഭാഗവത പാരായണവും പ്രഭാഷണവും. എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി NR പ്രദീപ് നമ്പൂതിരിപ്പാട്, ചെയർമാൻ KK പുഷ്പാങ്കദൻ, മാനേജർ B ഇന്ദിര, ചീഫ് കോർഡിനേറ്റർമാരായ KR വേണു, CC കൃഷ്ണൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സെന്റ് മേരീസ് കൗൺസിലിംഗ് സെന്റർ ന്യൂമാൻ കോളേജ് ബോയ്സ് സ്കൂൾ ബൈപ്പാസ് റോഡിലുള്ള CML ബിൽഡിംഗിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ സേവിയേഴ്സ് ഹോം ഫൗണ്ടർ റവറൻ ഫാദർ മാത്യു കുന്നത്ത് നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുപുഷ്പ മിഷൻ ലീഗ് കോതമംഗലം രൂപത ഡയറക്ടർ ഫാദർ മാത്യു രാമനാട്ട് വെഞ്ചരിപ്പ് നിർവഹിച്ചു. കഴിഞ്ഞ 9 വർഷങ്ങളായി സേവിയേഴ്സ് ഹോമിന് സമീപം പ്രവർത്തിച്ചു വന്നിരുന്ന സെന്റ് മേരീസ് കൗൺസിലിംഗ് സെന്റർ ന്യൂമാൻ കോളേജ് ബോയ്സ് സ്കൂൾ ബൈപ്പാസ് റോഡിലുള്ള CML ബിൽഡിംഗിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ സേവിയേഴ്സ് ഹോം ഫൗണ്ടർ റവറൻ ഫാദർ മാത്യു കുന്നത്ത് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ചെറുപുഷ്പ മിഷൻ ലീഗ് കോതമംഗലം രൂപത ഡയറക്ടർ ഫാദർ മാത്യു രാമനാട്ട് വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. സ്ഥാപനം ആശീർവദിക്കണമേ. ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും ആധ്യാത്മികവും ശാരീരികവുമായ വരദാനങ്ങൾ നൽകി ധന്യരാക്കണമേ. നിസ്വാർത്ഥമായ സേവനത്തിലൂടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കഴിയണമേ. അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ. പരസ്പര സ്നേഹത്തിലും നീതിയിലും സത്യത്തിലും വളരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുകയും അങ്ങേ പരിപാലനയിൽ സംരക്ഷിക്കുകയും ചെയ്യണമേ. എപ്പോഴും എന്നേക്കും ആമേൻ. ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. അങ്ങയുടെ സാന്നിധ്യവും സഹായവും സംരക്ഷണവും കാവലും എല്ലാവർക്കും അനുഭവപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സംഗീത സംവിധായകൻ ബേബി ജോൺ കലേന്താനി മീഡിയ റൂം ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും കുടുംബങ്ങൾക്കുമുള്ള കൗൺസിലിംഗും ഗൈഡൻസും ഇവിടെ ലഭ്യമാണ്. ജേനുമ സ്റ്റീഫൻ, UK സ്റ്റീഫൻ ഉറുമ്പിൽ, ജസ്റ്റി മരിയ സ്റ്റീഫൻ എന്നിവരാണ് കൗൺസിലർമാർ. മിഷൻ ലീഗിന്റെ ഒരു ലക്ഷ്യമെന്ന് തന്നെ പറയുന്നത് തന്നെ കുട്ടികളുടെ വ്യക്തിത്വ വികസനമൊക്കെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന വിഷമങ്ങളും അവർക്കുണ്ടാകുന്ന വിഷാദങ്ങളൊക്കെ പരിഹരിക്കാൻ പാകത്തിന് ഈ ഒരു സെൻറ്ററിനെ അത് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പം അങ്ങനെ ഈ ഒരു സെൻറ്റർ ഇങ്ങനെ ഭംഗിയായിട്ട് നല്ലൊരു കൗൺസിലിംഗ് സെൻ്ററായി രൂപീകരിക്കുന്നതിന് അതിന് ഞങ്ങൾ എല്ലാവരും ഇതിൻ്റെ സ്റ്റീഫൻ സാറും എല്ലാവരും തന്നെ ഇതിനൊരു ശക്തമായൊരു പിന്തുണയും ഒപ്പം തന്നെ എല്ലാം തന്നിരുന്നു. അപ്പം സാറിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ടായിരുന്നു. മിഷൻ ലീഗിൻ്റെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയൊരു സ്ഥാപനം ഉയർന്നു വരണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സാറ് തീർച്ചയായിട്ടും സമീപിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്കും സന്തോഷം, മിഷൻ ലീഗ് കോതമംഗലം രൂപതയ്ക്കും അത് വലിയൊരു സന്തോഷമായിരുന്നു ഇങ്ങനെയൊരു സെൻറ്റർ ഇവിടെ ഉയർന്നു വരുന്നതിൽ. അപ്പോൾ ഏതായാലും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു. വിഷാദത്തിൽ നിന്നും നിരാശയിൽ നിന്നും ആകുലതയിൽ ഉത്കണ്ഠയിൽ നിന്നെല്ലാം മോചനം നേടുന്ന ആരോഗ്യപരമായ ഒരു മനസ്സിൻ്റെയും ഉണർവിൻ്റെയും നിറവായി മാറുവാൻ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ബഹുമാനപ്പെട്ട സ്റ്റീവ് സാറിൻ്റെയും ചേർന്നുള്ള സഹധർമ്മിണിയും മറ്റ് മോളെല്ലാം ചേർന്നുള്ള അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും ആശംസകളും നേർന്നുകൊള്ളുന്നു. ജയിക്കാനായി ജനിച്ചവരാണ് സ്റ്റീഫൻ സാർ. ദൈവാനുഗ്രഹത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഈ സ്ഥാപനം
വിജയത്തിലേക്ക് നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയലളിതയെയും സ്റ്റീഫൻ സാറിൻ്റെയും മോള് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മനസ്സിൻ്റെ ആരോഗ്യം. അതുകൊണ്ട് മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു കൗൺസിലിംഗ് സെൻറ്റർ തുടങ്ങുവാൻ ദൈവം അനുഗ്രഹിച്ചത് നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്ന് ഞങ്ങളുടെ ഈ സംരംഭത്തിൽ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ബന്ധപ്പെട്ട വേദികൾക്കും അതുപോലെ ബേബി ജോൺ സാറിനും വന്നെത്തിയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. പിന്നെ ആവശ്യമനുസരിച്ച് സമയത്തിൽ മാറ്റങ്ങൾ വരുത്തും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 4 പതിറ്റാണ്ടായി മലങ്കര ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിൽ കുടിൽ കെട്ടി താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കാൻ നടപടിയില്ലെന്ന് പരാതി. 7 കുടുംബങ്ങളുടെ പുനരധിവാസമാണ് യാഥാർത്ഥ്യമാകാതെ മുടങ്ങിക്കിടക്കുന്നത്. 13 കുടുംബങ്ങൾക്കായി 51 സെന്റോളം ഭൂമി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മലങ്കരയിൽ അനുവദിച്ചിരുന്നു. 8 വീടുകൾ നിർമ്മിക്കണമെങ്കിൽ കുന്നിൻ ചെരുവായ ഈ പ്രദേശത്ത് ഉയരത്തിൽ മതിൽ കെട്ടി സംരക്ഷിക്കുകയും 30 അടിയോളം ഉയരത്തിൽ മണ്ണിട്ട് നികത്തുകയും ചെയ്യണം. ഇതിന് തുക കണ്ടെത്താൻ പഞ്ചായത്തിന് പ്രയാസമായതിനാൽ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA, MP എന്നിവർക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ് ജനങ്ങൾ. 4 പതിറ്റാണ്ടായി മലങ്കര ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിൽ കുടിൽകെട്ടി താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കാൻ നടപടിയില്ല. 7 കുടുംബങ്ങളുടെ പുനരധിവാസമാണ് യാഥാർത്ഥ്യമാകാതെ മുടങ്ങിക്കിടക്കുന്നത്. 13 കുടുംബങ്ങൾക്കായി 51 സെന്റോളം ഭൂമി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മലങ്കരയിൽ അനുവദിച്ചിരുന്നു. ഇതിൽ 6 കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽപ്പെടുത്തി വീട് നിർമ്മിച്ചു നൽകുകയും ചെയ്തിരുന്നു. മലങ്കര ഹില്ലിയക്വ കുടിവെള്ള ഫാക്ടറിക്ക് സമീപത്തെ MVIP വക സ്ഥലത്താണ് വീട് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. മിച്ചമുള്ള 8 വീടുകൾ നിർമ്മിക്കണമെങ്കിൽ കുന്നിൻ ചെരുവായി ഈ പ്രദേശത്ത് ഉയരത്തിൽ മതിൽ കെട്ടി സംരക്ഷിക്കണം. ശേഷം 30 അടിയോളം ഉയരത്തിൽ മണ്ണിട്ട് നികത്തണം. അതിന് ലക്ഷക്കണക്കിന് രൂപ വേണ്ടിവരും. ഈ തുക കണ്ടെത്താൻ പഞ്ചായത്തിന് പ്രയാസമായതിനാൽ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA, MP എന്നിവർക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ്. വർഷം 15 ലക്ഷം രൂപ വീതം മാറ്റിവെച്ചാൽ പോലും 2 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. എന്നാൽ അതിനുള്ള ഊർജിത ശ്രമം ഉണ്ടാകുന്നില്ല. ഇതിനിടെ ഇലപ്പള്ളി വില്ലേജിൽ ഇവർക്ക് സ്ഥലം നൽകാൻ ആലോചിച്ചെങ്കിലും ഈ പ്രദേശത്ത് താമസിച്ചാൽ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടും കുട്ടികളുടെ പഠനത്തെ ബാധിക്കുമെന്നതും കാണിച്ച് മുട്ടത്തെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ സർക്കാരിന് നൽകിയ നിവേദനത്തിലാണ് ഇവരെ പെരുമറ്റത്ത് 3 സെന്റ് വീതം ഭൂമി നൽകി പുനരധിവസിപ്പിക്കുന്നതിന് സർക്കാർ നടപടിയായത്. വാഹന അപകടത്തെ തുടർന്ന് ഒരാളുടെ മരണത്തിന് കാരണക്കാരനാകുന്ന വ്യക്തി ഓടിച്ചിരുന്ന വാഹനം നിർത്താതെ പോയാൽ 10 വർഷം വരെ തടവും പിഴയും ലഭിക്കുമെന്ന് കേരള പോലീസ്. സംഭവം നടന്നയുടനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയോ മജിസ്ട്രേറ്റിനെയോ വിവരമറിയിക്കുക എന്നതാണ് നിയമം അനുശാസിക്കുന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധ തകർത്തെറിയുന്നത് ഒരു ജീവനാകാം. അതിനാൽ റോഡ് നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതരായി യാത്ര ചെയ്യണമെന്നും അടിയന്തര സഹായത്തിനായി ഏത് സമയത്തും 112 എന്ന നമ്പറിൽ പോലീസിനെ ബന്ധപ്പെടാമെന്നും അറിയിച്ചു. ഹായ്, നമസ്കാരം. വാഹനാപകടത്തെ തുടർന്ന് ഒരാളുടെ മരണത്തിന് കാരണക്കാരനാകുന്ന വ്യക്തി ആ വാഹനം നിർത്താതെ പോയാൽ അയാൾക്ക് എന്ത് ശിക്ഷയാകും ലഭിക്കുക? ഭാരതീയ ന്യായ സംഹിത 106(2) പ്രകാരം 10 വർഷം വരെ ആകാവുന്ന തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഇത്. സംഭവം നടന്നാൽ ഉടനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയോ മജിസ്ട്രേറ്റിനെയോ വിവരം അറിയിക്കുക എന്നതാണ് നിയമത്തിൽ പറയുന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധ തകർത്തെറിയുന്നത് ഒരു ജീവിതം തന്നെയാകാം. ആയതിനാൽ നിയമം പാലിച്ച് ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുക. സുരക്ഷിതമായി യാത്ര ചെയ്യൂ. അടിയന്തര സാഹചര്യങ്ങളിൽ 112 എന്ന നമ്പറിൽ പോലീസിന്റെ സഹായത്തിനായി ബന്ധപ്പെടാവുന്നതാണ്. വണ്ണപ്പുറം YMCAയുടെ 2025-2026 വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി ജോണി മൂലയിൽ, സെക്രട്ടറിയായി റോയി തൂമുള്ളിൽ, ട്രഷററായി വിൻസെന്റ് പച്ചപ്പിള്ളിൽ, വൈസ് പ്രസിഡന്റായി ജോണി താനിക്കൽ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. കാട്ടാനശല്യത്തിൽ നിന്നും ഞങ്ങൾക്ക് മോചനമില്ലേ ചോദിക്കുന്നത് പീരുമേട് നിവാസികളാണ്. പീരുമേട് കല്ലാർ ഹരിജൻ കോളനിയിൽ ഇന്ന് പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടം 10ഓളം കുടുംബങ്ങളുടെ ജീവിതോപാധിയായ കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു. ജനവാസ മേഖലയിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു.
കാട്ടാനശല്യങ്ങളിൽ നിന്നും തങ്ങൾക്ക് മോചനമില്ല ചോദിക്കുന്നത് പീരുമേട് നിവാസികളാണ്. പീരുമേട് കല്ലാർ ഹരിജൻ കോളനിയിൽ ഇന്ന് പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടം 10ഓളം കുടുംബങ്ങളുടെ ജീവിതോപാധിയായ കൃഷിദേഹണ്ണങ്ങൾ നശിപ്പിച്ചു. പീരുമേട് ജനവാസ മേഖലകളിലെ ജനങ്ങളുടെ ദുരവസ്ഥയാണ് പാട്ടകൊട്ടി വന്യമൃഗശല്യത്തിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള ഈ കാഴ്ച. കല്ലാർ ഹരിജൻ കോളനിയിലെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന 70ഓളം കുടുംബങ്ങൾ പാർക്കുന്നിടത്തെ ജീവിതോപാധിയായ കൃഷിദേഹണ്ണങ്ങളാണ് കാട്ടാനക്കൂട്ടമെത്തി നശിപ്പിച്ചിരിക്കുന്നത്. വനം വകുപ്പിന്റെ സോഷ്യൽ ഫോറസ്ട്രി യൂക്കാലി പ്ലാന്റേഷനിൽ നിന്നും എത്തിയ കാട്ടാനകൾ പുലർച്ചെ 4 മണിയോടുകൂടി പെരിയസ്വാമി കനകമ്മ ദമ്പതികളുടെ പുരയിടത്തിലെത്തി വ്യാപക കൃഷിനാശം വരുത്തുകയായിരുന്നു. വീടിന് സമീപം നിന്ന പ്ലാവിൽ നിന്നും ചക്ക പറിക്കുന്നതിനിടെ ശിഖരമൊടിഞ്ഞ ശബ്ദം കേട്ട ഇവർ വീടിനുള്ളിൽ നിന്നുകൊണ്ട് ജനാല വഴി പാട്ട കൊട്ടിയതോടെ കാട്ടാനകൾ ഇവിടെ നിന്നും പിന്മാറിയതായാണ് പെരിയസ്വാമി കനകമ്മ ദമ്പതികൾ പറയുന്നത്. ഏലക്കാരിലെ മൊത്തം എല്ലാം പോയത് അവിടെ രാത്രി മുന്നേ രാത്രി എത്രയോ 4 ആണ് എല്ലാം മൊത്തം റെഡിയാണ്. ഇന്ന് രാത്രി ആണ് വരുമെന്ന് പാട്ടേ തട്ടി വെടിവ് കെട്ടി ഭയങ്കര രാത്രി ഒരു ഉറങ്ങേ ഇല്ല. 2 മണി 3 മണി 3:30 എന്നിട്ട് பாட்டு தட்டிக்கிட்டு இருக்கியா. எல்லாம் ரொம்ப சேதமாயிருக்கு. நாங்கள் எப்படி வளர்த்தது எல்லாம் இப்படி சேதமாயிருக்கு. எப்படிலாம் நான் பார்க்குறது. ராத்திரி 3 மணிலேருந்து 4 மணி வரை காற்று இருந்து பாட்டை எடுத்துக்கிட்டே இருந்தேன். எத்தனை நாள் வரைக்கும் நான் அப்படி பார்த்துக்கிட்டு இருக்கிறது. ഇവരുടെ കുടിവെള്ള സംവിധാനത്തിന്റെ മോട്ടോറും പൈപ്പും കാട്ടാന നശിപ്പിച്ചു. ഇതിനുശേഷമാണ് ഇവിടെ നിന്നും 100 മീറ്റർ അകലെ മടത്തിപ്പറമ്പിൽ സുരേഷ് ജോസഫിന്റെയും സഹോദരി മോൻസി സാമുവലിന്റെയും പുരയിടത്തിൽ കാട്ടാന എത്തിയത്. ഇവിടെ വിളവെടുപ്പിന് ഭാഗമായ ഏലം, തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങിയ കൃഷിദേഹണ്ണങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിച്ച് സിറ്റൌട്ടിന്റെ തൂണിൽ തട്ടിയാണ് കാട്ടാന കടന്നുപോയതെന്നും കറണ്ടില്ലാതിരുന്നതിനാൽ ഭയന്ന് തങ്ങൾ വീടിനുള്ളിലായിരുന്നെന്നും മോൻസി സാമുവൽ പറയുന്നു. ഇന്ന് വെളുപ്പിനെ ഞങ്ങൾ കണ്ടില്ല. വെളുപ്പിനെ ഞങ്ങൾ എഴുന്നേറ്റ് കഥ തുറന്ന് നോക്കുമ്പോൾ ഇവിടെ എല്ലാം ചവിട്ടിയ പാട്, വാഴയെല്ലാം കടിച്ചു പറിച്ചിട്ടേക്കുന്നു. പിന്നെ താഴെ എൻ്റെ സഹോദരൻ താമസിക്കുന്നുണ്ട്. അവിടെയും വീട് മുഴുവൻ തെങ്ങും വാഴയും എല്ലാം കളഞ്ഞിട്ടുണ്ട്. കുറേ ദിവസമായിട്ട് ഇവിടെ ഈ എല്ലായിടത്തും ഭയങ്കര ശല്യമാണ്. രാത്രിയിൽ ഇവിടെയുള്ള എല്ലാവരും വന്ന് പടക്കം പൊട്ടിക്കുകയും ഓടിക്കുകയും എല്ലാം ചെയ്യും. പക്ഷേ ഇത് അങ്ങോട്ട് പോയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ വന്ന് എന്നും ശല്യം ചെയ്യും. കുറേ കാലമായി ഇവിടെ ഇങ്ങനെ ആനയുടെ ശല്യം തുടങ്ങിയിട്ട് എല്ലാവരും പേടിച്ചാണ് കഴിയുന്നത്. ഞങ്ങളുടെ കൃഷിയും ഇപ്പം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു നടപടി എത്രയും വേഗം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. രാത്രി 8 മണിയോടെ പ്രദേശത്ത് കാട്ടാനെ കണ്ടിരുന്നെന്നും ഉടൻ RRT ടീമിനെ വിവരമറിയിച്ചതനുസരിച്ച് ഇവർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ച് കാട്ടാനയെ തുരത്തിയതായും പ്രദേശവാസിയായ മുരളി പറയുന്നു. തിരിച്ച് ഞാൻ വീട്ടിൽ വരുന്നു, അവരെ പറഞ്ഞു വിട്ടു. തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു കൊച്ചു വിളിക്കുന്നു. രാത്രി എൻ്റെ വീടിൻ്റെ മുറ്റത്തേക്കുന്നു. അവരോടി റോഡിൻ്റെ മുന്നേ വന്നിരിക്കുക. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ആന വീടിൻ്റെ പുറയിൽ പിന്നെ അവരോടി ഇറങ്ങിയിരുന്നു. ഞാനോടിപ്പോയി 2 പടക്കം തൊട്ടടുത്തൊരു ചെറുക്കൻ്റെ 2 പടക്കം ഉണ്ടായിരുന്നു. അത് ഞാൻ പോയി എറിഞ്ഞു. നേരിട്ട് എറിഞ്ഞപ്പം ആന ഒരു മതി തകർത്തുകൊണ്ട് പോയി അപ്പുറം ചാടി. തൊട്ട് പോലെ RRT വന്നു. അവർ വന്നു. അവരുടെ സേവനം നല്ല സേവനമാണ്. ഈ 2 ടീം നല്ല സേവനം. ഇന്നലെ തന്നെ 2 തവണ വന്നു. അവർ വന്നു. ഞാൻ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് അപ്പുറം ചാടി. ഇതിൻ്റെ ഈ വീണ്ടും നേരെ പുറയിൽ ഞങ്ങൾ 4-10 വരെയും ഇവിടെ തന്നെയാണ്. അതിൻ്റെ പുറയിൽ എറിഞ്ഞു പോയിട്ട് RRT പോയി. ഞാൻ തിരിച്ച് കയറി വരുമ്പോഴും ഈ വീട്ടിൽ പറഞ്ഞു ഞാൻ ഈ സൈഡിൽ കൂടെ കയറിപ്പോട്ടെ. ഒരു പന ഒടിക്കുന്ന കേസ് കേട്ടിട്ടില്ല. ചിലപ്പോൾ 4 മണി 5 മണിക്ക് ശേഷമായിരിക്കും വന്നേക്കുന്നത്. പീരുമേട് ജനവാസ മേഖലയിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് കൃഷി നാശങ്ങൾ സന്ദർശിച്ച ശേഷം കോൺഗ്രസ് പീരുമേട് മണ്ഡലം പ്രസിഡന്റ് കെ രാജൻ, സെക്രട്ടറിമാരായ D രാജു, R റോബർട്ട് എന്നിവർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 6-7 മാസമായിട്ടാണ് ആനശല്യം ഇവിടെ ഏറ്റവും അധികം കൃഷിനാശം സംഭവിച്ച് അത് കൃഷികളൊക്കെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഈ ജനസമൂഹം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടും സാമുദായികമായിട്ടും വളരെ പിന്നോക്ക അവസ്ഥയിലിരിക്കുന്ന പാവപ്പെട്ട ജനങ്ങളാണ്. പക്ഷെ അവരുടെ കൃഷി എന്ന് പറയുമ്പോൾ ഏലവും വാഴയും കമുകും തെങ്ങും അതുപോലെ തന്നെയാണ് മറ്റേ പ്ലാവും മാവും ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഒരു 3-4 മാസമായിട്ട് തുടർന്ന് ഈ പ്രദേശത്തിൽ 6-7 ആനകളാണ് വന്ന് ഈ കൃഷി മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ തന്നെ ഒരു ഭീതിയിലാണ് കഴിഞ്ഞുകൂടുന്നത്. തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ പല പ്രാവശ്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയായിരുന്നു. അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയായിരുന്നു. നമ്മൾ പറയുമ്പോൾ അവരിതെല്ലാം പരിഹരിക്കാമെന്ന് പറയുന്നല്ലാതെ നാളിതുവരെയായിട്ട് അതിന് സാക്ഷരമായ ഒരു തീരുമാനം എന്ത് ചെയ്തിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തിരുന്നോ അധികൃതരുടെ ഭാഗത്തിരുന്നോ ഒന്നും എന്ത് ചെയ്തില്ല, ഉണ്ടായിട്ടില്ല. കാട്ടാന ശല്യം മൂലം
ഏലകൃഷിക്കുള്ളിലെ വാഴകൃഷികൾ വെട്ടി നശിപ്പിക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശത്തെ കർഷകർ. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സമിതി വിളിച്ചു ചേർത്ത് വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഹാങ്ങിങ് ഫെൻസിംഗുകൾ സ്ഥാപിക്കുന്നതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും 9 മാസങ്ങൾ പിന്നിടുമ്പോഴും യാതൊരു നടപടി ആയിട്ടുമില്ല. കല്ലാർ പ്രദേശത്തെ 10 ഏക്കറോളം വരുന്ന കൃഷിയിടങ്ങളിലെ കർഷകരുടെ അധ്വാനത്തിന്റെ ഫലമാണ് കാട്ടാനകൾ നശിപ്പിച്ചിരിക്കുന്നത്. BBC ന്യൂസ്, പീരുമേട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 27-ന് തൊടുപുഴ പാപ്പൂട്ടി ഓഡിറ്റോറിയത്തിൽ യുവസംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെടുങ്കണ്ടത്ത് ജില്ലാ മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം പുരോഗമിക്കുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇടുക്കി മുള്ളരിങ്ങാട് പ്രദേശത്ത് ഭീതി വിതച്ച കാട്ടാനയെ തുരത്താനുള്ള ശ്രമത്തിനിടെ താൽക്കാലിക വാച്ചർക്ക് പരിക്ക്. കനത്ത മഴയിലും കാറ്റിലും ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നാശനഷ്ടം സംഭവിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ജൂലൈ 27-ന് ആരംഭിക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.